എൻ്റെ കുടുംബത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യാപിക്രോം KP10 എന്ന ഒരു കാർ വാഷിംഗ് മെഷീനാണ്. ഇത് ഹൈ പ്രഷർ വാഷിംഗ് മെഷീനാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് ഒരു വാറണ്ടി കാർഡുണ്ട്. വാറണ്ടി കാർഡ് 2 ഇയർ വാറണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്തൊരു യൂസർ മാനുവലും അടങ്ങിയിരിക്കുന്നു. യൂസർ മാനുവൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ മാക്സിമം പ്രഷർ 220 ബാറാണ്. ഈ 220 ബാർ എന്ന പ്രഷർ ഉള്ളതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അതിനകത്തുള്ള യൂസർ മാനുവലുണ്ട്. ഈ യൂസർ മാനുവലിനകത്ത് എല്ലാം ഡീറ്റെയിൽസായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ മെറ്റീരിയൽസിനകത്തുണ്ട്, ഹോസുണ്ട്, അതുപോലുള്ള ഗണ്ണ് കാര്യങ്ങളെല്ലാം അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് KP10 എന്ന മോഡലാണ്. 2 ടൈപ്പ് മോഡലിൻ്റെ മാനുവലിനകത്ത് 2 ടൈപ്പ് മോഡലിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തുള്ളത് നല്ലൊരു ഗണ്ണാണ്. ഈ ഗണ്ണ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. താഴെ വീണാലൊന്നും പൊട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതുള്ളൂ. അതിൻ്റെ മെറ്റീരിയലിന് നല്ല വെയിറ്റും ഉണ്ട്. നല്ല വെയിറ്റുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് 600 ലിറ്റർ പെർ ഹവറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അധികം വാട്ടർ വേസ്റ്റ് ആകത്തില്ല എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇതിന്. പിന്നെ ഇതിനകത്ത് 2 ഹോസ് ഉണ്ട്. റെഡ് കളറുണ്ട്, മറ്റേ വേറൊരു ഹോസ് കൂടി ഉണ്ട്. ഈ ഹോസാണ് നമ്മൾ ഗണ്ണുമായിട്ട് ഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹോസിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയതുകൊണ്ടും അത് ഒടിയാനൊന്നും ചാൻസ് വളരെ കുറവാണ്. ഇത് നമ്മൾ വാട്ടർ കണക്ഷന് വേണ്ടിയാണ്. വാട്ടർ സോഴ്സിൽ നിന്നും നമ്മൾ നേരിട്ട് മോട്ടറിലേക്ക് ഈ റെഡ് ഹോസ് വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ അതിനകത്തുള്ളത് ഇത് ഗണ്ണിൻ്റെ ഒരു പാർട്ടാണ്. ഈ ഗണ്ണിൽ മുമ്പേ കണ്ട പ്ലാസ്റ്റിക് ഗണ്ണിലേക്ക് ഇത് ഘടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് അതിനകത്തെ ഫിൽറ്റർ, പിന്നെ ഹോസിൻ്റെ കണക്ടർ, അങ്ങനെയുള്ള എല്ലാം അവിടെ ഒരു കവറിനകത്ത് അവർ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇതിനകത്തെ ഫോം അടിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. നമ്മൾ വണ്ടി കാറൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഫോം അടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ബോട്ടിലാണിത്. ഇതിനകത്ത് ഫോം നിറച്ചിട്ട് ആ ഗണ്ണിൻ്റെ എൻഡിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. പിന്നെ ഇത് നമ്മുടെ മോട്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രഷർ ഗേജ്. അപ്പോൾ എത്ര പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ആ അറിയാൻ പറ്റും. ആ ഗേജ് നോക്കി ഗേജിന് നമുക്ക് ഈ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെഷീനാണിത്. ഈസിയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. അതിൻ്റെ സൈഡിൽ തന്നെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ, ഈ സൈഡിലേക്കാണ് അതിൻ്റെ ഗണ്ണ് ഘടിപ്പിക്കുന്നത്. ഈ സ്വിച്ചുള്ള സൈഡിലേക്ക് ഗണ്ണിൻ്റെ കണക്ഷൻ ഘടിപ്പിക്കുക. ഇപ്പോൾ ഗണ്ണിൽ നമ്മൾ ഫോം നിറയ്ക്കാനുള്ള ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിനകത്ത് ഫോം നിറച്ചിട്ട് ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി അതിനകത്തുനിന്ന് ഫോം നല്ല നമ്മളെ സർവീസ് സെൻ്ററിൽ കാണുന്ന രീതിയിൽ ഫോം നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ പവർ ഇത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പവർ കണക്ഷൻ കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും വാട്ടർ സോഴ്സിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഞാൻ നേരിട്ട് കൊടുത്തിരിക്കുന്നത് പൈപ്പിലേക്കല്ല, അവിടെയുള്ളൊരു വേറൊരു ഹോസിലോട്ടാണ് ഞാൻ വാട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഞാൻ ആദ്യം തറയിലോട്ടൊന്ന് അടിച്ച് നോക്കുകയാണ് അതിൻ്റെ പ്രഷർ ഒന്നറിയാൻ വേണ്ടി. കണ്ടോ, തറയിലടിക്കുമ്പോൾ മണ്ണ് കുഴിഞ്ഞ് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്രയും പ്രഷറിൽ നമുക്കത് കിട്ടുന്നുണ്ട്. നമുക്ക് കാറിലേക്ക് നമുക്ക് അതിൻ്റെ സ്പ്രേയുടെ പ്രഷർ മാറ്റി നമുക്കത് ചെയ്യാൻ പറ്റും. ആ സൈഡിലുള്ള ആ നോബ് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കിത് കാർ വാഷ് മാത്രമല്ല, ഭിത്തി കഴുകാനും പെയിൻ്റ് അടിക്കാൻ വേണ്ടിയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, ആ പെയിൻറ്റിൻ്റെ അവിടുത്തെ ആ പായലെല്ലാം ഇളകി പോകുന്നത് കണ്ടോ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കാവുള്ളൂ. കാരണം ഇത് ആരുടെയും ദേഹത്തോട്ട് ഡയറക്റ്റ് ആരും അടിച്ച് നോക്കരുത്. അത് നമ്മുടെ ബോഡിക്ക് ഡാമേജ് ഉണ്ടാക്കും, ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദയവായി അങ്ങനെ ആരും ചെയ്യരുത്. പിന്നെ എല്ലാ യൂസിലും നമുക്കിത് ഉപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാർ പോർച്ച് കഴുകാനോ, ഭിത്തി കഴുകാനോ, അല്ലെങ്കിൽ കാർ കഴുകാനോ, ബൈക്ക് കഴുകാനോ, എല്ലാത്തിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. നമ്മളൊരു 4 പ്രാവശ്യം കാർ സർവീസ് സെൻ്ററിൽ കൊണ്ടുവന്ന പൈസ ഇതിനാകുന്നുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.